ഫ്രം ആഷസ് ടു ദ സ്കൈ എന്ന ഈ ആൽബം ഒരുക്കിയിരിക്കുന്ന റിനാഷ് തന്നെയാണ് ഇന്ന് നമുക്ക് മോർണിംഗ് മുഖത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. റിനാഷ്, സ്വാഗതം മോർണിംഗ് മുഖത്തിലേക്ക്. സ്വാഗതം. ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിലാണ് ഈ സോങ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇത്തവണത്തെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ളത്. അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായും നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ കളി ഒരു വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു അവരുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിയായ വിഷമമുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഇനിയും ഒരു 3 കളികളുണ്ട്. നമ്മൾ പ്രതീക്ഷകൾ ഇപ്പോഴും വിടുന്നില്ല. ഒരു നല്ല രീതിയിൽ വീണ്ടും പെർഫോം ചെയ്ത് ഒരു 4 അല്ലെങ്കിൽ 5 ഗോള് രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഹോപ്പ്ഫുള്ളി നമ്മുടെ പോയിന്റ് സെഗ്മെന്റ് കുറച്ചും കൂടെ കയറി വരും. പിന്നെ അതുപോലെ മറ്റുള്ള ടീംസിന്റെ പെർഫോമൻസ് പോറായി വന്ന് നമുക്ക് പോയിന്റ്സ് കിട്ടിയാൽ നമ്മുടെ ബാക്കി. ബ്ലാസ്റ്റേഴ്സിന്റെ കട്ട ആരാധകനാണോ റിനാഷ്? അതാണ് ഇങ്ങനെ ഒരു ആൽബം ഉണ്ടാക്കുന്നതിന് പ്രേരിപ്പിച്ചത്? ഞാൻ ഫുട്ബോളിന്റെ ഒരു വളരെ നല്ലൊരു ആരാധകനാണ്. ഞാൻ കുറച്ച് നാൾ പുറത്തുണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടെ ഒരു ഡൈഹാർഡ് ഫാൻ ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ. പിന്നെ അപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിലായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് വന്നതും പിന്നെ ബ്ലാസ്റ്റേഴ്സ് സച്ചിൻ ഉടമയായിട്ട് വന്നതും. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാനൊരു കടുത്ത ആരാധകനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. ഈ ആൽബത്തിന്റെ രചന, വരികൾ എഴുതിയിരിക്കുന്നതും റിനാഷ് തന്നെയാണ്, ഒപ്പം ഇതിൽ പാടിയിരിക്കുന്നതും റിനാഷാണ്. നേരത്തെ ഈ സംഗീതത്തിൽ ഇത്തരത്തിലുള്ള താല്പര്യമുണ്ടോ? ഇതിനു മുമ്പും ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നാൾ ഞാൻ പുറത്ത് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചിരുന്നത് MBA ആണ്. UK യിലായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ അവിടുത്തെ എൻ്റെ മ്യൂസിക് സ്റ്റുഡൻസ് ഇതുപോലെ അവരുടെ ഒരു അസൈൻമെൻറ്റ്സ് വരുമ്പോൾ അവരെന്നെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ സ്റ്റുഡിയോയിൽ പാടുകയും അവരുടെ മിക്സിങ് കാര്യങ്ങളിൽ ഞാൻ കുറച്ചും കൂടി ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കുറച്ച് സമയം അവരൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിന്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ഇതുള്ളതുകൊണ്ട് എൻ്റെ കസിനാണ് ഈ സൗദ് നസറുദ്ദീൻ, പുള്ളിയാണ് മ്യൂസിക് കമ്പോസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്കത് തോന്നി ഒരു ഡിഫറെൻ്റ് ഒരു ടൈപ്പ് ഒരു സോങ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഇറക്കും ഒരു മെലോഡിക് സോങ്. ഇപ്പം ഞാൻ വിചാരിച്ചൊരു റാപ്പായിട്ട് ഇറക്കിയാൽ ഒരു ഡിഫറെൻറ്റ് ഫീൽ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് ട്രൈ ചെയ്തതാണ്. ഇതിനു മുമ്പുള്ള റിനോഷിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണ് സംഗീത രംഗത്ത്? ഇതിനു മുമ്പുള്ള വർക്ക് എന്ന് പറയാനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം ഒരു ഇലക്ട്രോണിക് മ്യൂസിക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഞാനൊരു സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഫ്രൂട്ടി ലൂപ്സ്. ആ സോഫ്റ്റ്വെയറിലാണ് ഞാൻ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതും. പിന്നെ അത് ഞാൻ എൻ്റെ കസിനും ഞാനും കൂടിയാണ് മെയിനായിട്ട് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മ്യൂസിക്സ് ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ അടുത്ത ഒരു സോങ് നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ സോഷ്യൽ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ വേൾഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെററിസം, പിന്നെ അതായത് ഇപ്പോൾ ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതരം പ്രശ്നങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടൊരു റാപ്പ് സോങ് പ്ലസ് ഒരു മെലോഡിക് സോങ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു സോങ്ങാണ് ഞാനിപ്പോൾ ഇൻഷാല്ലാ ഒരു ഫ്യൂ വീക്സിനുള്ളിൽ ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പാസ്റ്റ് എൻ്റെ സോങ്സ് എന്ന് പറയാനായിട്ട് ഞാനെല്ലാം ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് സോങ്സ് ആണ്. അത് മെയിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് UK തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി. എല്ലാം യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ റാപ്പ് മ്യൂസിക് തന്നെയാണോ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ മ്യൂസിക്കിലും എല്ലാ ഒരു കാറ്റഗറിയിലും എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ എല്ലാ കാറ്റഗറിയിലും പാടും. റാപ്പ് എന്ന് പറയുന്നത് ഞാൻ അവിടെ പുറത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ളതും ഇലക്ട്രോണിക് മ്യൂസിക് ആയിട്ടുള്ളതും റാപ്പ് ആയിട്ടുള്ളതും. അവിടെ ഇതുപോലെ റാപ്പ് ഗെയിം എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് റാപ്പേഴ്സ് തമ്മിൽ ഫ്രീ സ്റ്റൈൽ റാപ്പിങ്ങും റാപ്പ് ബാറ്റിലും. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുവന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിനെ ഇൻസ്പയർ ആയിപ്പോയി. അപ്പോൾ ഒബ്വിയസ്ലി അവിടുത്തെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു റാപ്പ് സ്റ്റൈൽ ഞാൻ ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്.
അതെങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഹോപ്പ്ഫുള്ളി അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ നെക്സ്റ്റ് സോങ് ആയാലും നമ്മൾ മലയാളം വേർഷൻ ഉണ്ട്, റാപ്പ് അതിൻ്റെ ഫീച്ചർ ചെയ്യുന്ന മലയാളം വേർഷൻ ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഇറങ്ങിയ പാട്ടിന്റെ റെസ്പോൺസ്? ഈ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഇറങ്ങിയ പാട്ടിൻ്റെ റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. എന്നെ ഒരുപാട് പേര് വിളിച്ചു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന അടുത്ത പ്രൊജക്റ്റ് എന്താണ് റിനാസ് ഉദ്ദേശിക്കുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ ഇപ്പോൾ തന്നെ ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ. നമുക്ക് ഓൾറെഡി ഒരു നല്ല വ്യൂവേഴ്സ് യൂട്യൂബിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് അടുത്ത പ്രൊജക്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇതുപോലെ റാപ്പാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് മ്യൂസിക് ആണോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് മെയിനായിട്ട് ഞാനൊരു ഡൈ ഹാഡ് ഫാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയതുകൊണ്ട് എങ്ങനെയും നമ്മുടെ ഒരു പ്രാർത്ഥന ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും ഒരു നന്നായിട്ട് പെർഫോം ചെയ്ത് പോയിന്റ്സ് ലെവലിൽ മുകളിലത്തെ ആ ഒരു റേഞ്ചിൽ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഹോപ്പ്ഫുള്ളി ഇനി ഒരു 3 കളിയും കൂടെ ഉണ്ട്. അപ്പോൾ പെർഫോം ചെയ്താൽ ഒബ്വിയസ്ലി നമുക്ക് അതിനൊരു ബെനിഫിറ്റ് കിട്ടും. ഫ്രം ആഷസ് ടു ദ സ്കൈ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചുവെന്ന് മനസ്സിലായി. ഏതായാലും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് ഒരുപാട് സമയം എടുത്തിട്ടാണോ വരികൾ എഴുതിയത്, സംഗീതം നൽകിയത്? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ടീം വർക്ക്? എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു അതിന് പിന്നിൽ? ഇതിൻ്റെ പിന്നിലെ എഫേർട്ട് എന്ന് പറയാൻ എനിക്ക് അധികം ഇതിലൊരു എഫേർട്ട് എടുക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം ഇത് ഒബ്വിയസ്ലി എൻ്റെ കസിൻ സൗദ് നസറുദ്ദീനാണ് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ ഒന്ന് അപ്രോച്ച് ചെയ്തു, എന്താണ് നമുക്ക് ഈ ഒരു മ്യൂസിക് കൊണ്ട് ഏത് ലെവലിലുള്ള മ്യൂസിക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഇത് വേറൊരു ടൈപ്പ് മ്യൂസിക് ആയിരുന്നു. ഇത് പിന്നെ ഞാൻ സൗദും കൂടെ ഡിസ്കസ് ചെയ്ത് ഞാൻ പിന്നെ ഒരു റാപ്പ് വേർഷനിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ്. സൗദ് എന്നെ റെക്കോർഡ് ചെയ്യാൻ വിളിച്ചപ്പോൾ ആ സ്റ്റുഡിയോയിൽ വെച്ചാണ്. അപ്പോൾ എനിക്കത് കുറച്ച് മാറ്റങ്ങൾ വേണമെന്ന് തോന്നി. ഞാനപ്പോൾ അത് റാപ്പിലേക്ക് മാറ്റി. ഈ ലിറിക്സൊക്കെ എഴുതിയത് വെറും ഒരു 10 മിനിറ്റ് കൊണ്ടാണ്. ലിറിക്സ് പെട്ടെന്ന് എഴുതി. നമ്മൾ ഓൾറെഡി ഇത് ലേറ്റാണ്. നമ്മളിപ്പോൾ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു റാപ്പ് സോങ് ഇറക്കാൻ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു ഈ ലിറിക്സ് എഴുതിയതും വീഡിയോ ഷൂട്ട് ചെയ്തതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കൊണ്ടാണ് നമ്മൾ ഈ ലിറിക്സ് എഴുതിയതും പിന്നെ ഇതപ്പം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഓക്കെ റിനാഷ്, ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലേക്ക് പോലും ഒരുപാട് പുതിയ ബാൻഡുകൾ, ചെറുപ്പക്കാരുടെ ബാൻഡുകൾ വരുന്നുണ്ട്. അവരിൽ പലരും ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് റിനാഷിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? എൻ്റെ ഭാവി പരിപാടികളിൽ എന്ന് വെച്ചാൽ എനിക്ക് ബാൻഡ് തുടങ്ങാൻ ഞാൻ ഓൾറെഡി കുറച്ച് പേരെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കിവിടെ ഞാനിപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് പേര് ഓൾറെഡി എന്നെ അപ്രോച്ച് ചെയ്തു. പിന്നെ എൻ്റെ കസിൻ സൗദ് നസറുദ്ദീൻ, അദ്ദേഹമാണെങ്കിൽ പുള്ളിയുടെ സർക്കിളിലും കുറച്ച് വളരെ നല്ല ഇതുപോലെ ആർട്ടിസ്റ്റുകളും ഉണ്ട്, കീബോർഡിസ്റ്റ് ആയാലും ഡ്രമ്മർ ആയാലും. അപ്പോൾ അവരെല്ലാം നമ്മൊന്ന് കൊളാബറേറ്റ് ചെയ്ത് നമ്മൊരു ബാൻഡ് ഓൾറെഡി ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ. 2 പേരെയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം അവരുടെ ഒരു റിപ്ലൈക്ക് വേണ്ടി. അത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളൊരു പേര് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ബാൻഡിലായിരിക്കും നമ്മൾ അടുത്ത പ്രൊജക്റ്റ് നമ്മൾ ഇറക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തീം ബേസ് ചെയ്തിട്ടുള്ള സംഗീതത്തിന് തന്നെയാണോ മുൻതൂക്കം നൽകുന്നത്? അതെ, ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ ഒരു ഡെഡിക്കേഷനും അവരുടെ പെർഫോമൻസ് ഒന്ന് ബൂസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിന് വേണ്ടിയുള്ള റാപ്പ് സോങ് ആയിരുന്നു. അപ്പോൾ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വേൾഡിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്ന പാരീസ് അറ്റാക്ക്, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പല പൊളിറ്റിക്കൽ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, അത് മൊത്തം നമ്മൾ ഒരു ബേസ് ചെയ്തിട്ടാണ് നമ്മളതിന് റാപ്പ് എഴുതിയിരിക്കുന്നതും. പിന്നെ അതിൻ്റെ മ്യൂസിക് എല്ലാ കാര്യങ്ങളും സൗദ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി അതൊരു വേറെ ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ്. പക്ഷേ ഒബ്വിയസ്ലി ഞാൻ റാപ്പിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് റാപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള ഒരു പാട്ടും ഉണ്ട് അതിൻ്റെ അകത്ത്. റാപ്പിൽ തന്നെ തുടരാനാണ്, മലയാളം പാട്ടുകളൊക്കെ പാടാറുണ്ടോ? അതിനുള്ള ഇൻട്രസ്റ്റ് എന്താണ്?
മലയാളം പാട്ടുകൾ പാടുന്നുണ്ട്. ഞാൻ പണ്ട് തൊട്ടേ പാടുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ഇതുപോലെ യൂത്ത് ഫെസ്റ്റിവലിനും പിന്നെ സ്കൂളിൽ ഹൗസ് കോമ്പറ്റീഷൻ എല്ലാത്തിനും ഞാൻ മലയാളം പാട്ടാണ് അപ്പോൾ പാടിയിരുന്നത്. കൂടെ ഇംഗ്ലീഷ് പാട്ടും പാടും. എനിക്കങ്ങനെ പ്രത്യേകിച്ചുള്ളൊരു കാറ്റഗറി ഇല്ല. ഞാൻ മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഇപ്പോൾ മ്യൂസിക് എന്ന് പറയുന്ന സംഭവം എനിക്ക് തോന്നുന്നില്ല ഒരു ലാംഗ്വേജ് ബേസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾ കേൾക്കുന്നു, നമ്മളതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ്. അതായത് നിങ്ങൾ ഇനി വരാൻ പോകുന്ന ബാൻഡിൽ മലയാളം പാട്ടുകളും ഉണ്ടാവും അല്ലേ? മലയാളം പാട്ടുകളും ഉണ്ടാവും. യെസ്. റിനാഷിന് എല്ലാ ആശംസകളും നേരാം. പുതിയൊരു ബാൻഡ് വരുന്നു, പുതിയൊരു പ്രതിഭ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വരുന്ന പ്രോജക്റ്റുകൾക്കും ഭാവി പദ്ധതികൾക്കും എല്ലാ ആശംസകളും മീഡിയ വേണ്ടി ഭാഗത്തുനിന്നു.